ഹായ് ഓൾ, വെൽക്കം ടു AMC. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ട്രേഡേഴ്സ് ലൂപ്പ്. ഓക്കെ, അതായത് ട്രേഡിംഗിൽ ട്രേഡേഴ്സ് വന്ന് പെട്ടുപോകുന്നത് എങ്ങനെയാണ്, അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് ചെയ്തിട്ടും അവർക്ക് പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുന്നില്ല, എങ്കിലും അവരൊരു ഹോപ്പ് കാരണം തിരിച്ച് ഫണ്ട് റിക്കവർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് ബാക്കിയുള്ള പ്രൊഫഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ട്രേഡിംഗിന് എന്തുകൊണ്ടാണ് ഇത്രയും ഹോപ്പ്ഫുൾ പ്രൊഫഷൻ ആയിട്ട് ആൾക്കാർ കാണുന്ന റീസൺ? കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ട്രേഡ് ചെയ്യുന്ന ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5 days ലോസ് ആയെന്ന് വെക്കുക. നിങ്ങൾക്ക് പെർ ഡേ 1000 വെച്ചിട്ട് 5 days നിങ്ങൾക്ക് ലോസ് ആയിട്ടുണ്ട്, 5000 ലോസ് ആയിട്ടുണ്ടെങ്കിലും 6th day നിങ്ങൾക്ക് ഒരു 2000 പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഈ 5 ദിവസം ഉണ്ടായ ലോസ് മറക്കും. ടോട്ടലി 5000 മൈനസ് 2000, നിങ്ങൾക്ക് 3000 നിങ്ങൾ ലോസിലാണ് നിൽക്കുന്നതെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ എന്താണ്, ഈ 2000 രൂപ വെച്ച് കമ്മിങ് ഡേയ്സിൽ നിങ്ങൾക്ക് 2000 വെച്ച് കമ്മിങ് ഡേയ്സിൽ എടുക്കാൻ പറ്റും. ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വിശ്വാസം കാരണമാണ് ഈ ട്രേഡേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് ആരും പുറത്തോട്ട് പോകാത്തത്. എല്ലാ ട്രേഡേഴ്സിനും ഈ പറയുന്ന ലോസ് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ട്രീക്കിൽ വരുന്ന പ്രോഫിറ്റ് കാരണം അവരെന്താ ഹോപ്പ് ചെയ്യുന്നത്, തിരിച്ചെനിക്ക് ഇതിൽ നിന്ന് ഈ പോയ ഫണ്ട് എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതൊരു ചെറിയ എമൗണ്ട് ആയാലും വലിയ എമൗണ്ട് ആയാലും ആ സെയിം ഹോപ്പ് നിങ്ങൾക്ക് അവിടെ തന്നെ കാണും, തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഒരു ലൂപ്പിൽ പെട്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളിപ്പോ നിങ്ങളുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ നിൽക്കത്തില്ല, സിസ്റ്റം നേരെയാക്കാൻ നിൽക്കത്തില്ല, നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തെന്ന് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കത്തില്ല. കാരണം നിങ്ങൾ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ എനിക്കിനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന്. സോ എല്ലാ ആൾക്കാരും ഈ ഒരു ലൂപ്പിൽ പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് മനസ്സിലാക്കുക, എങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഏത് രീതിയിലായിരിക്കും, അല്ല ഒരു രീതി മാത്രമേ ഉള്ളൂ, മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്യുക, മിസ്റ്റേക്സ് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ മിസ്റ്റേക്സ് പിന്നെ ആവർത്തിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.